കേസസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. മുറ്റത്ത് മഴയൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം എപ്പോഴും മഴ കുറവാണ് എങ്കിലും 1-2 മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്തും പറമ്പിലും എല്ലാം മുഴുവൻ പുല്ലും കാടും എല്ലാം നിറഞ്ഞിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് നീക്കം ചെയ്യാം, അത് ഒന്ന് നോക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് കാടുകളൊക്കെ വൃത്തിയായിട്ട് കളയാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനമാണ് ഉപ്പ്. കല്ലുപ്പ് തന്നെ വേണം. കല്ലുപ്പ് കുറച്ചെടുക്കുക. നമ്മുടെ കാട് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ കല്ലുപ്പ് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കല്ലുപ്പ് എടുത്തിടുക, നന്നായി അലിയിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ സോപ്പ് പൊടി, നമ്മുടെ വീട്ടിലുള്ള സോപ്പ് പൊടി ഏതാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അലിപ്പിക്കുക. ആ ഉപ്പും വിനാഗിരിയും സോപ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർക്കുക. ഹാർപ്പിക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു ദിവസം അവിടെ വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമേ സ്പ്രേ ബോട്ടിലാക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ കാടുള്ള സ്ഥലത്ത് നന്നായിട്ടത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വെയിലുള്ള സമയത്ത് നന്നായിട്ട് എല്ലാ കാടിലും എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് കാണാവുന്നതാണ്. നന്നായിട്ട് കാടൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഒത്തിരി കാടുണ്ടെങ്കിൽ, ഒത്തിരി പുല്ല് ഉണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് നമ്മളെടുക്കുന്ന അതിൻ്റെ അളവ് കൂട്ടേണ്ടതാണ്. ഒരു പാക്കറ്റ് ഉപ്പ്, അതുപോലെ അതിനോട് അനുബന്ധിച്ച് വിനാഗിരിയുടെ ഒരു അര ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എത്ര വേണോ അത്രയും അതനുസരിച്ച് അളവ് കൂട്ടിയെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഒത്തിരി ചിലവൊന്നുമില്ലല്ലോ. അപ്പം നമുക്കത് കൈകൊണ്ട് പറിച്ചാൽ പോരത്തില്ലല്ലോ ഈ പുല്ലൊന്നും. അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തെ കാടും പറമ്പിലെ കാടും ഒക്കെ നമുക്കൊരു പരിധി വരെ കളയാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമേ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തെല്ലാം നോക്കി കുറച്ച് അളവിലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് മിക്സ് ചെയ്താണ് നോക്കിയത്. അപ്പോൾ കാടുകൾ കുറച്ചുള്ളിടത്ത് സ്പ്രേ ബോട്ടെടുത്ത് അതിനകത്ത് സ്പ്രേ ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഉണങ്ങി പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം തന്നെ നല്ല ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉണങ്ങി കാണാൻ സാധിച്ചു. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ സാധനങ്ങൾ, ഒരു പാക്കറ്റ് ഉപ്പ്, അതോടനുബന്ധിച്ച് വിനാഗിരി എല്ലാം ചേർത്ത് കാട് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ അത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ അത് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. നന്നായിട്ട് കാടുകളൊക്കെ ഉണങ്ങി. പിന്നെ അതങ്ങ് പറിച്ചങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. എളുപ്പമെന്ന് പറഞ്ഞു പോരുകയും നമ്മുടെ മുറ്റത്ത് പുല്ലൊന്നും എളുപ്പമെന്ന് പറഞ്ഞു പോരുന്നതല്ല. അപ്പോൾ അതെങ്ങനെ നീക്കം ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു വിദ്യ ഓർമ്മ വന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കത് ഉപയോഗപ്രദമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറ്റത്ത് കാടുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴും വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുറ്റത്തെ പുല്ല് നീക്കം ചെയ്യാവുന്നതാണ്. കർക്കിടക മാസമൊക്കെ ആകുമ്പോഴും പെട്ടെന്ന് വൃത്തിയാക്കണമല്ലോ മുറ്റമൊക്കെ. നമ്മുടെ പരിസരം അല്ലെങ്കിലും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള